നമ്മുടെ ഈ സെയിം ബിൽഡറിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ മുന്നേ തന്നെ പരസ്യം ചെയ്തിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് എല്ലാം വളരെ പെട്ടെന്ന് സെയിലാവാനുള്ള ഒരു മേജർ കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ പ്രൈസ് ഫിക്സേഷനുമാണ്. നല്ല നീറ്റായിട്ടുള്ള ബ്രാൻഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് അടിപൊളിയായിട്ടുള്ള വീടുകളാണ് വളരെ ചെറിയ പ്രൈസിന്, അതായത് ചെറിയൊരു മാർജിൻ വെച്ച് കറക്റ്റായിട്ടുള്ള പ്രൈസ് ഫിക്സേഷൻ ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പർട്ടീസ് പെട്ടെന്ന് സെയിലാവും. നമ്മുടെ ഈ വീട് വരുന്നത് 3.8 സെൻസിൽ 1560 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം വീടാണ്. പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് കാരയ്ക്കമണ്ഡപത്തിന് സമീപമാണ്. കാരയ്ക്കമണ്ഡപം ജംഗ്ഷനിൽ നിന്ന്, അതായത് നമ്മുടെ തമ്പാനൂരിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ മാത്രമാണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ്. തമ്പാനൂരിൽ നിന്ന് വരുമ്പോൾ കാരയ്ക്കമണ്ഡപം ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി അങ്ങനെ വരുമ്പോഴത്തേക്കും മേലാങ്കോട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് അങ്ങനെ വരുമ്പോൾ നമുക്ക് കാരയ്ക്കമണ്ഡപത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ട് ഫ്രണ്ടേജിൽ പ്രോപ്പർട്ടി വരും. ഇത് വന്നിട്ട് ഇലക്ട്രിക് ബസ്സൊക്കെ ഓടുന്ന രീതിയിൽ ബസ് റൂട്ട് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. ഇവിടെ നിന്ന് നേരെ അടുത്ത് പോയി കഴിഞ്ഞാൽ പുഞ്ചക്കരി വഴി നമുക്ക് തിരുവല്ലത്ത് കയറാൻ സാധിക്കും. ഇവിടെ നിന്ന് ഏകദേശം 5.5 കിലോമീറ്ററിൽ തിരുവല്ലം ജംഗ്ഷനിൽ ബൈപ്പാസിൽ ചെന്ന് കയറാനും സാധിക്കും. ആ രീതിയിൽ ആക്സസ് വരുന്ന ലൊക്കേഷനാണ്. നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത്. 2 വണ്ടികൾ വേണമെങ്കിലും ബാക്ക് ടു ബാക്കായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് മുൻവശത്ത് സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. മുൻവശത്തുള്ള വാതിൽ, കട്ടള ഇതെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് തേക്കുന്നടിയിലാണ്. 2 പാളികളിലായിട്ടാണ് നമുക്ക് ഈ ഡോർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പോളിഷിംഗ് വർക്ക് പെൻഡിങ് ആണ്. അതെല്ലാം ചെയ്ത് നീറ്റാക്കിയായിരിക്കും നിങ്ങളുടെ കയ്യിൽ തരുന്നത്. കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ്. ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ TV യൂണിറ്റ് വരും. ഇവിടെ ആയിട്ട് TV യൂണിറ്റ്, അതിൻ്റെ താഴെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ്. ഈ വാഷ് ബേസിനൊക്കെ വരുന്നത് കെരോവിറ്റ് ആണ്. നമുക്കിതിനകത്ത് സാനിറ്ററി വെയർസ് എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ എസ്കോ പോലുള്ള ബ്രാൻഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ് വരും. ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിൽ വരുമ്പോഴത്തേക്കും 2 തട്ടുകളായിട്ടാണ് ഈ ഒരു സ്ലാബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഈ കൗണ്ടറിലേക്ക് നമുക്ക് ഫുഡ് എടുത്ത് നീറ്റായിട്ട് സെർവ് ചെയ്യാൻ സാധിക്കും. അവിടെ നിന്ന് നമ്മുടെ ഡൈനിങ്ങിലേക്ക് ഫുഡ് നീറ്റായിട്ട് സെർവ് ചെയ്യാം. ഇവിടെ വരുമ്പോഴത്തേക്കും ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് ഈ രീതിയിൽ കൊടുത്ത് നീറ്റാക്കിയിട്ടുള്ളതായിട്ട് കാണാം. ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്കും ഇറങ്ങാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പിൻവശം. നമുക്ക് ഈ സീലിങ്ങിലെല്ലാം തന്നെ നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഫാൻ എല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. നമുക്ക് താഴത്തെ നിലയിൽ തന്നെ 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. അതൊരു ഹൈലൈറ്റ് ആണ്. ഇത് 1580 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട്ടിൽ നമുക്ക് 2 ബെഡ്റൂമൊന്നും ആരും താഴെ കൊടുക്കാറില്ല. നമുക്ക് താഴെ തന്നെ 2 റൂംസ് വരുന്നുണ്ട്. അതിലായിട്ട് സീലിങ്ങിൽ നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഫാൻ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. വാൾ മൗണ്ടഡ് ആയിട്ടുള്ള കമോഡാണ് വരുന്നത്. ഇതെല്ലാം വരുന്നത് എസ്കോയുടെ ബ്രാൻഡിലാണ്. വാഷ് ബേസിനും നമ്മുടെ ഈ കമോഡും എല്ലാം തന്നെ വരുന്നത്. ഫ്ലഷ് യൂണിറ്റ് ഒക്കെ വരുന്നത് ഗ്രോഹയാണ്. ഇത്രയും നല്ല പ്രീമിയം ഫിറ്റിങ്സ് വെച്ചിട്ടുള്ള ഈ വീടിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ തോന്നിപ്പോയി, എങ്ങനെ ഇത്രയും വില കുറച്ച് കൊടുക്കാൻ കഴിയുന്നു എന്ന് തോന്നിപ്പോവും. നമുക്കിതാ ഇതാണ് 2ാമത്തെ ബെഡ്റൂം. ഈ റൂമിൽ നോക്കുകയാണെങ്കിൽ കബോർഡ് 3 പാളിയിലൊരു കബോർഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ സിമിലർ ഫിറ്റിങ്സ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ വലിയൊരു കോമൺ സ്പേസ് തന്നെ കിട്ടും. നമുക്ക് ഒരു പ്രൈവറ്റ് ലിവിങ് ഏരിയ ആയിട്ട് ഉപയോഗപ്പെടുത്താം. ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഒരു യൂട്ടിലിറ്റി ഏരിയ ഈ സ്പേസിലും കിട്ടുന്നുണ്ട്. 2 ബെഡ്റൂംസാണ് മേളത്തെ നിലയിൽ വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നമുക്കിവിടെ ഒരു 3 പാളിയിലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലർ ആണ് കേട്ടോ. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്താണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം കാണാം. ഇതിനായാലും കബോർഡും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്കിവിടെ നിന്ന് ഒരു പിൻവശത്തേക്കുള്ള ഒരു ഓപ്പൺ ടെറസിലേക്ക് എൻട്രി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെച്ചിരുന്നാൽ തുണിയെല്ലാം ഈസി ആയിട്ട് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഉണങ്ങാൻ ഇടാൻ സാധിക്കും. ഇവിടെ അടുത്തൊരു വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സെയിം ബിൽഡറിൻ്റെ തന്നെ വീടിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഫ് ഇൻ കേസ് ഈ വീട് മിസ്സായി കഴിഞ്ഞാൽ ആ വീട് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നോക്കി ഉറപ്പുവരുത്തി നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി എടുക്കാനും സാധിക്കും കേട്ടോ. നമ്മുടെ ഈ ഒരു കോമൺ ഏരിയയിൽ നിന്ന് ബാൽക്കണി ഏരിയയിലേക്ക് ആക്സസ് വരും. ഇവിടുത്തെ ഈ ഡോറെല്ലാം ചെയ്തിട്ടുള്ള പ്ലാവിൻ തടിയിലാണ് കേട്ടോ. ഇതും ഇനി നമുക്ക് പോളിഷിംഗ് വർക്ക് പെൻഡിങ് ആണ്. പോളിഷ് ചെയ്ത് നീറ്റാക്കി തരുന്നുണ്ടാവും. ഈ കാണുന്ന പോലെ വലിയൊരു ബാൽക്കണി സ്പേസ് ആണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നമ്മുടെ മുൻവശം വരുന്നത്. നല്ല വീതിയുള്ള റോഡാണ്. റോഡിൻ്റെ വീതി വന്നിട്ട് തന്നെ ഏകദേശം ഒരു 7 മീറ്ററിനടുത്തുള്ള വീതി നമുക്ക് ഈ റോഡിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടികളൊന്നും പോകാൻ ഒരു രീതിയിലുള്ള കൺജഷൻ ഇല്ല. കാരണം നമ്മുടെ ഈ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് തന്നെ സൈഡിലൂടെ ഇനിയും സുഖമായിട്ട് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വണ്ടി പോകാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ
പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. 4 ബെഡ്റൂം വീടാണ്, 3.8 സെൻറ്റ് സ്ഥലത്ത് ബസ് റൂട്ട് അരികത്തെ പ്രോപ്പർട്ടിയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം.